प्यारे बच्चों, आदाब। कैसे है? अच्छा है ना जी। पिछले क्लास में हमने क्या क्या पढ़ा? सबक का नाम क्या था? എന്തായിരുന്നു? गुजारिश है। गुजारिश है, इसमें क्या है? एक जी शेर और जंगल के सारे परिंदे और जानवर सदर पंचायत को एक गुजारिशनामा देता है. ഒരു നിവേദനം കൊടുക്കുന്ന ഒരു പാഠമായിരുന്നു ഗുസാരിഷ് ഹെ എന്ന ആ പാഠത്തിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരുന്നത്? ജി ഹാ, നിങ്ങളോട് പറഞ്ഞത് പാഠത്തിലെ നയേ നയേ അൽഫാസ് ചുൻകർ ലിഖ്ന ഉസ്ക മാന ലിഖ്ന എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഗുസാരിഷ് ഹെ എന്ന പാഠത്തിലെ നയേ നയേ അൽഫാസ്. നിങ്ങൾ ഏതൊക്കെ പദങ്ങളാണ് എഴുതിയത്? എന്തൊക്കെയായിരുന്നു അവയുടെ അർത്ഥങ്ങൾ? ഗുസാരിഷ് അപേക്ഷ, സദറെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ്, നുമായിന്ദ പ്രതിനിധി, നുക്സാൻ നഷ്ടം, സഖ്മി മുറിവ്, സൂഖ് വറ്റുക. ജി ഹാ, നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? एक तस्वीर. वो तस्वीर में क्या है? कई जानवर है. तस्वीर में कई जानवर है. उनके हाथ में क्या है? प्लकार्ड है. प्लकार्ड तैयार करने की एक सरगर्मी അല്ലേ? പ്ലക്കാർഡ് തയ്യാറാക്കാനുള്ള ഒരു പ്രവർത്തനമായിരുന്നു. മൃഗങ്ങളും പക്ഷികളും പ്ലക്കാർഡിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക എന്നതായിരുന്നു പ്രവർത്തനം. രണ്ട് പ്ലക്കാർഡ് നോക്കൂ. ജംഗൽ ബച്ചാവോ, പേട് ലഗാവോ. മൂന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? ഏക് ലഫ്സി സൂരജ് പൂരാ കർന. കിസ്കെ ബാരെ മേ? ജംഗൽ കെ ബാരെ മേ ഏക് ലഫ്സി സൂരജ്, ഒരു പദസൂര്യൻ നൽകിയിരുന്നു. വോ പൂരാ കർന, അത് പൂർത്തീകരിക്കുക. ഓർ ഉസ്കെ ബാരെ മേ ചന്ദ് ജുംലെ തയ്യാർ കർന. എല്ലാവരും നല്ല രീതിയിൽ ലഫ്സി സൂരജ് പൂർത്തീകരിച്ചിട്ടുണ്ടാവും അല്ലേ? അതുപയോഗിച്ച് എന്തെഴുതി? ജി ഹാ, നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സെൻറ്റൻസുകളൊക്കെ എഴുതിയില്ലേ? ജി. ജംഗലുമായി ബന്ധപ്പെട്ട പദസൂര്യൻ പൂർത്തീകരിക്കാനും പദങ്ങളുടെ സഹായത്തോടെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനുമുള്ള പ്രവർത്തനമായിരുന്നു. देखिए, जंगल, परिंदे, झील, फल, पौधे, पेड़, जानवर, हवा, നദി, നാല്. ഇനി ഈ പദങ്ങളുടെ സഹായത്തോടെ നിർമ്മിച്ച സെൻറ്റൻസുകൾ. ജംഗൽ മേ ठंडी ठंडी हवा है. जंगल में कई पेड़ पौधे हैं. जंगल की हर तरफ हरियाली है. जंगल में जानवर और परिंदे हैं. ഇപ്പോൾ നമ്മൾ എന്തിനായിരുന്നു ഗുസാരിഷ്, എന്തിനാണ് നിവേദനം കൊടുത്തത് സദറെ പഞ്ചായത്തിന്, പഞ്ചായത്ത് പ്രസിഡന്റിന്? ജിഹാം, അവർക്ക് ഒരുപാട് പരേശാനികളുണ്ട് അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ചട്ടാൻ തോടികൈ, ആ പാറ പൊട്ടിച്ചപ്പോൾ, കുന്നിടിച്ചപ്പോൾ അവർക്ക് ഒരുപാട് പരേശാനികളുണ്ടായി അല്ലേ? ജി. അതുപോലെ എന്തൊക്കെ പരേശാനികളാണ് അവർക്കുണ്ടാവുക? ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടന്നാൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ ഏതെല്ലാം രീതിയിലുള്ള പരേശാനികളാണ് ഉണ്ടാവുക? ജി ആ ബത്തായിയെ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. എന്തൊക്കെയാ?
ജി ഹാ ഉനെ ഘർ നഹി ഹോഗ അല്ലേ, ഘർ നഹി ഹോഗ അവർക്ക് വീടില്ലാതാവും. ബേഗർ അല്ലേ, ബേഗർ അവർ വീടില്ലാത്തവരാവും. ഓർ ക്യാ ഹേ ജംഗൽ ബർബാദ് ഹോ ജായേഗെ ജംഗൽ എന്ത് ചെയ്യും, ജംഗൽ നശിക്കും. ജംഗൽ നശിച്ചാലാണ് എന്തുണ്ടാവുക, അവർക്ക് വീട് ഇല്ലാതാവുക. ഓർ നമുക്കെല്ലാവർക്കും വീടുണ്ട്, നമ്മുടെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. അവർക്ക് ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടുന്നത്? ജംഗലിൽ നിന്ന് തന്നെയാണ് അല്ലേ. പഴങ്ങളൊക്കെയാണ് അവരുടെ ഭക്ഷണം അല്ലേ. പക്ഷേ ജംഗൽ ബർബാദ് ഹോ ജായേ തോ ഉനെ ഖാനാ നഹി മിലേഗ അവർക്ക് ഭക്ഷണവും ലഭിക്കില്ല. ഓ ഉൻകി രഹായിഷ് അവരുടെ താമസം, അവരുടെ ജീവിതം, ജിന്ദഗി മുഷ്കിൽ ഹോ ജായേഗ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ വീട് പോയാൽ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും വലിയ ധമാക്ക സംഭവിച്ചാൽ എന്താവും, നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇസി തര അതുപോലെ തന്നെ ജംഗൽ ബർബാദ് ഹോ ജായേ തോ യേ സബീ മുഷ്കിലാത്ത് ഇതുപോലെയുള്ള മുഴുവൻ ബുദ്ധിമുട്ടുകളും ജാൻവർ ഓർ പരിന്തോ കോ ഭി ഹോഗ ജാൻവറിനും പക്ഷികൾക്കും ഉണ്ടാകും. देखिए हमारे दर्सी किताब में एक ऐसी सवाल है. നമ്മുടെ പാഠപുസ്തകത്തിൽ ഇതുപോലെ ഒരു ചോദ്യമുണ്ട്. ചോദ്യം നോക്കൂ. जंगल के जानवर और परिंदों को क्या क्या परेशानियां हुई है, चंद जुमले लिखिए. बच्चों അപ്പോൾ ഈ പ്രവർത്തനം എല്ലാവരും अच्छी तरह लिखकर आपके ടീച്ചർ को भेज दीजिए. നിങ്ങളുടെ ടീച്ചർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അപ്പം നമ്മളെന്താ പറഞ്ഞത്, എന്തായിരുന്നു പ്രവർത്തനം? ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ജംഗലിലെ ജാൻവറുകൾക്കും പരിന്തകൾക്കും എന്തെല്ലാം പരേശാനികളാണ് ഉണ്ടാവുക. ഇതുപോലൊരു പരേശാനി സംഭവിച്ചപ്പോഴാണ് കാട്ടിലെ മൃഗങ്ങളെല്ലാം ആരുടെ അടുത്ത് പോയത്? ജി ഹാ സദറെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക്. ഓ കൈസെ എങ്ങനെയാണ് പോയത്? ഏക്ക് ജുലൂസ് നിക്കാല ഒരു ജുലൂസായി ഒരു ജുലൂസ് പുറപ്പെട്ടു, ഒരു പ്രകടനമായിട്ടാണ് പുറപ്പെട്ടത് അല്ലേ. സ്മേം ജംഗൽ കെ സാരെ ജാൻവർ അവർ പരിന്തേ थे उसके हाथ में നമ്മൾ ഇന്നലെ ചെയ്തു അല്ലേ. എന്താ ചെയ്തത്? പ്ലക്കാർഡ് തയ്യാറാക്കിയിട്ടുണ്ട് അല്ലേ. ആ പ്ലക്കാർഡ് പിടിച്ച് അവരിങ്ങനെ ജുലൂസ് പോവാണ്, പ്രകടനം പോവാണ്. തോ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മിണ്ടാതെ ഇങ്ങനെ പ്ലക്കാർഡ് പിടിച്ച് പോയാൽ ജുലൂസാവില്ല അല്ലേ. ശക്തമായ ആവാസ് വേണം. ആവാസ് ഉഠാനാ ഹേ, ഇസ് ജുൽമ കെ ഖിലാഫ് ആവാസ് ഉഠാനാ ഹേ. ഈ അക്രമത്തിനെതിരെ ശബ്ദമുയർത്തണം. പ്രകടനം പോകുമ്പോൾ നമ്മളെന്താ ചെയ്യുക? ശബ്ദമുയർത്തൽ എങ്ങനെയാ? ജി ഹാ നാരേ എന്ന് പറഞ്ഞാൽ എന്താ? മുദ്രാവാക്യം അല്ലേ. നിങ്ങളെല്ലാവരും മുദ്രാവാക്യം വിളിക്കാറുണ്ടോ? അപ്പോൾ നമുക്ക് ഈ മുദ്രാവാക്യം ഒന്ന് വിളിച്ചു നോക്കിയാലോ? നിങ്ങൾ കൂടെ വിളിക്കുമോ? വിളിക്കില്ലേ? ഞാൻ മുദ്രാവാക്യം വിളിക്കും, നിങ്ങളൊന്ന് ഏറ്റ് ചെല്ലിയാൽ മതി. ഏറ്റ് ഓക്കെ, റെഡി അല്ലേ? വിളിക്കട്ടെ, തയ്യാറല്ലേ? റെഡി? ജി ഇൻകുലാബ് ജിന്ദാബാദ്, ഇൻകുലാബ് ജിന്ദാബാദ്, ജംഗലിസ്ഥാൻ ജിന്ദാബാദ്, ജംഗലിസ്ഥാൻ ജിന്ദാബാദ്, जंगल बचाओ देश बचाओ, जंगल बचाओ देश बचाओ, देश बचाओ जान बचाओ, देश बचाओ जान बचाओ, जंगलिस्तान जिंदाबाद, जंगलिस्तान जिंदाबाद, इंगुलाब जिंदाबाद, जंगलिस्तान जिंदाबाद. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? നന്നായി വിളിച്ചില്ലേ എല്ലാവരും? ജി ഇസി തര നേര തയ്യാർ കർണ ഹേ. നേര തയ്യാറാക്കാൻ എളുപ്പല്ലേ? നമ്മൾ പ്ലക്കാർഡിൽ
പ്ലക്കാർഡിൽ എന്തൊക്കെയാണോ ആശയങ്ങൾ പറഞ്ഞത് അതേ ആശയങ്ങൾ തന്നെയാണ് മുദ്രാവാക്യമായി വിളിക്കേണ്ടത്. ജാൻ ബച്ചാവോ, ജംഗൽ ബച്ചാവോ, ദേശ് ബച്ചാവോ, ഇസി തര ഇവയൊക്കെ തന്നെയാണ് എന്തിൽ വരിക, നാരയിലും വരിക. ഇപ്പം നാരയിൽ ഇൻഖിലാബ് സിന്ദാബാദ്, ജംഗലിസ്ഥാൻ സിന്ദാബാദ്, ജംഗൽ ബച്ചാവോ. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴോട്ട് 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 മുദ്രാവാക്യം എഴുതുക. പെട്ടി കോളമൊന്നും വേണ്ട, ഒന്നും വരക്കൊന്നും വേണ്ട. നിങ്ങളെന്ത് ചെയ്യുക, താഴോട്ട് വൃത്തിയായിട്ട് എന്താണോ ഈ ജുലൂസ് കൊണ്ട്, ഈ പ്രകടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രകടനം നടക്കുന്നത്, ഈ കാര്യം ഭംഗിയായി എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ ജി ഹാ. जंगल बचाने के लिए जानवर और परिंदे जुलूस निकाल रहे हैं, चंद नारे तैयार कीजिए. മുദ്രാവാക്യങ്ങൾ എഴുതുക. അങ്ങനെ അവർ വളരെ താല്പര്യത്തോടു കൂടി നല്ല ഉഷാറായിട്ട് होशियार से आवाज़ उठाया, नारा लगाया. वो सदर पंचायत के पास आया. उसके नुमाइंदा, ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ആക്ഷൻ കമ്മിറ്റി എന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി, പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കമ്മിറ്റി, അതാണ് ആക്ഷൻ കമ്മിറ്റി. ആക്ഷൻ കമ്മിറ്റിയുടെ നുമായിന്തയായ, പ്രതിനിധിയായ ഷേർ പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഏത് കാര്യങ്ങൾ? കാട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിനെന്ത് ചെയ്യണം, ഒരു ഹൽ വേണം, ഒരു പരിഹാരം വേണം. എന്തായിരിക്കാം ആ സമയത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റ് എടുത്തിരിക്കുന്ന തീരുമാനം? പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്തെല്ലാം ചെയ്തിരിക്കും? എന്തൊക്കെ ചെയ്യും? എന്താ ചെയ്യുക? ഒരുപക്ഷേ പഞ്ചായത്ത് പ്രസിഡൻ്റ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ പറയേണ്ടത് അല്ലേ. പഞ്ചായത്ത് പ്രസിഡൻ്റ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ആഗാഹ് കർണ ചാഹത്താ ഹൈ. ആഗാഹ് കർണ, എല്ലാവരെയും ഒന്ന് ബോധവൽക്കരിക്കണം, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധവൽക്കരണം നടത്തണം അല്ലേ. പോസ്റ്റർ ലഗാന അല്ലേ. പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനെതിരെ ചെയ്യാൻ സാധിക്കുന്നത് ഒക്കെ ചെയ്യണം, പഞ്ചായത്ത് ചെയ്യണം. അപ്പോൾ പഞ്ചായത്ത് എന്ത് ചെയ്യുക, ആഗാഹ് കർണേക്ക് ലിയേ പോസ്റ്റർ തയ്യാർ കർണ അല്ലേ. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, ഇങ്ങനെ കൊന്നെടുക്കാൻ പാടില്ല, പിന്നെ ജംഗൽ ബർബാദ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ തയ്യാർ കരേം അല്ലേ. മീറ്റിംഗ്, സബീഖോ ബുലാക്കർ ഏക്ക് മീറ്റിംഗ്, എല്ലാവരും വിളിച്ചുകൊണ്ട് മീറ്റിംഗ് തയ്യാർ കരേം അല്ലേ. അച്ചി തര ലോകം കോ ആഗാഹ് കരേം. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് സദറ പഞ്ചായത്തിന് ചെയ്യാൻ സാധ്യമാവുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ആര് ചെയ്തിട്ടുണ്ടാവും? സദറ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ടാവും. ഈ പ്രവർത്തനം കൂടി നമ്മുടെ ഈ പാഠത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. എന്താണ്? देखिए, शेर की बातें सुनकर सदर पंचायत ने क्या किया होगा. ഷേറിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തെല്ലാമാണ് ചെയ്തിട്ടുണ്ടാവുക? എല്ലാവരും നല്ല പോലെ ഈ പ്രവർത്തനം ചെയ്യണം. അപ്പോൾ ഈ പാഠത്തിലെ ഇന്ന് പറഞ്ഞ പ്രവർത്തനങ്ങൾ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനങ്ങൾ 3 പ്രവർത്തനങ്ങളാണ്. ഒന്നെന്തായിരുന്നു? ജംഗൽ കെ ജാൻവർ ഔർ പരിന്തോ കോ ക്യാ ക്യാ പരേശാനിയാം ഹുയി. എന്തെല്ലാം പരേശാനികളാണ്, പ്രശ്നങ്ങളാണ്, സങ്കടങ്ങളാണ് അവർക്കുണ്ടായിട്ടുള്ളത്. രണ്ടാമത്തേത്, ജംഗൽ കെ സാരേ जानवर और परिंदे जुलूस निकालता है, जुलूस के लिए ചന്ദ് നാരെ തയ്യാർ കീജിയെ. അവരുടെ പ്രകടനത്തിന് വേണ്ടി അനുയോജ്യമായ മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കാനുള്ള പ്രവർത്തനമായിരുന്നു
രണ്ടാമത്തെ പ്രവർത്തനം. മൂന്നാമത്തെ പ്രവർത്തനം അവർ ജുലൂസ് കഴിഞ്ഞ് ആരുടെ അടുത്തെത്തി? സജറെ പഞ്ചായത്തിൻ്റെ അടുത്തെത്തി. ഈ ഗുസാരിഷ് കൊടുത്തപ്പോൾ സദറെ പഞ്ചായത്ത് ക്യാ കിയാ ഹോഗ, എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തിട്ടുണ്ടാവുക, എന്തായിരിക്കുമെന്ന് നല്ല പോലെ എഴുതുക. ഈ 3 പ്രവർത്തനവും നന്നായി എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കില്ലേ? ജി. ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ നമുക്ക് നിർത്താം. ജി, ശുക്രിയ, ഖുദാ ഹാഫിസ്.